മനഃശാസ്ത്രപരമായ വീക്ഷണത്തിൽ പുരുഷവികാരത്തിൻ്റെ കേന്ദ്രം എന്നത് പുരുഷന്മാരുടെ വൈകാരിക അനുഭവങ്ങളുടെയും പ്രകടനങ്ങളുടെയും ഉറവിടത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ വികാരങ്ങൾ മനുഷ്യർക്ക് പൊതുവായുള്ളതാണെങ്കിലും പുരുഷന്മാരുടെ വൈകാരിക പ്രകടനവും അനുഭവവും സാംസ്കാരികവും സാമൂഹികവുമായ ഘടകങ്ങളാൽ രൂപപ്പെടുത്തപ്പെടുന്നു. ഇത് മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ പുരുഷവികാരത്തിൻ്റെ കേന്ദ്രം എന്ന ആശയം തലച്ചോറിൻ്റെ ഘടന, സാമൂഹിക സമ്മർദ്ദങ്ങൾ, വ്യക്തിഗത അനുഭവങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് മനഃശാസ്ത്രപരമായ വീക്ഷണത്തിൽ പരിശോധിക്കാം. ഒന്ന്, ന്യൂറോളജിക്കൽ അടിസ്ഥാനം അഥവാ മസ്തിഷ്കത്തിൻ്റെ പങ്ക്. ലിംബിക് സിസ്റ്റം. എല്ലാ മനുഷ്യരിലും വികാരങ്ങളുടെ പ്രധാന കേന്ദ്രം മസ്തിഷ്കത്തിലെ ലിംബിക് സിസ്റ്റമാണ്. ഇതിൽ അമിഗ്ദല അഥവാ വികാരങ്ങളുടെ പ്രോസസ്സിംഗ്, പ്രത്യേകിച്ച് ഭയവും ദേഷ്യവും. ഹിപ്പോകാമ്പസ് അഥവാ ഓർമ്മകളും വികാരങ്ങളും. ഹൈപ്പോതലാമസ് ശാരീരിക പ്രതികരണങ്ങൾ നിയന്ത്രിക്കുന്നു എന്നിവ ഉൾപ്പെടുന്നു. പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ ഘടന സമാനമാണ്. എന്നാൽ ഹോർമോൺ അഥവാ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ തലങ്ങളിൽ വ്യത്യാസങ്ങൾ വൈകാരിക പ്രതികരണങ്ങളെ സ്വാധീനിക്കും. ഉദാഹരണത്തിന്, ടെസ്റ്റോസ്റ്റിറോൺ ദേഷ്യം, ആക്രമണോത്സുകത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പുരുഷന്മാരിൽ കൂടുതലാണ്. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും അഥവാ ഇമോഷണൽ റെഗുലേഷൻ, തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇത് പ്രധാനമാണ്. പുരുഷന്മാരിൽ സാമൂഹിക സമ്മർദ്ദങ്ങൾ കാരണം വികാരങ്ങൾ നിയന്ത്രിക്കേണ്ട എന്ന ചിന്ത വൈകാരിക പ്രകടനത്തെ പരിമിതപ്പെടുത്താം. 2, സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ. പുരുഷത്വത്തിൻ്റെ സ്റ്റീരിയോടൈപ്പുകൾ. പല സംസ്കാരങ്ങളിലും പുരുഷന്മാർ ശക്തരും വികാരരഹിതരും ആയിരിക്കണം എന്ന സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ വൈകാരിക പ്രകടനത്തെ പരിമിതപ്പെടുത്തുന്നു. ഇത് പുരുഷന്മാരെ വിഷാദം, ഉത്കണ്ഠ എന്നിവ മറച്ചുവെക്കാൻ പ്രേരിപ്പിക്കാം. പുരുഷന്മാർ വൈകാരിക ദുർബലത കാണിക്കുന്നത് ബലഹീനതയായി കണക്കാക്കപ്പെടുന്നതിനാൽ അവർ പലപ്പോഴും ദേഷ്യമോ നിശബ്ദതയോ ആണ് പ്രകടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസവും കുടുംബവും. കുട്ടിക്കാലത്ത് ആൺകുട്ടികൾ കരയരുത് എന്ന് പഠിപ്പിക്കപ്പെടുന്നത് വൈകാരിക പ്രകടനത്തെ തടയുന്നു. ഇത് വൈകാരിക ഇൻ്റലിജൻസിൻ്റെ വികാസത്തെ ബാധിക്കും. മനഃശാസ്ത്രപരമായ വെല്ലുവിളികൾ. വിഷാദവും ആത്മഹത്യയും. പുരുഷന്മാർ വിഷാദം പ്രകടിപ്പിക്കാൻ മടിക്കുന്നതിനാൽ അവർക്ക് ആത്മഹത്യാ സാധ്യത കൂടുതലാണ്. 2022 മനഃശാസ്ത്ര പഠനം അഥവാ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്നു, പുരുഷന്മാർ വിഷാദ ലക്ഷണങ്ങൾ മറച്ചുവെക്കുകയും പകരം ദേഷ്യമോ അമിതമായ ജോലിയോ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. വൈകാരിക അടിച്ചമർത്തൽ. വികാരങ്ങൾ അടിച്ചമർത്തുന്നത് സ്ട്രെസ്, ഉത്കണ്ഠ, ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം. വൈകാരിക സ്വീകാര്യത. പുരുഷന്മാർക്ക് വികാരങ്ങൾ അഥവാ ദുഃഖം, ഭയം, സന്തോഷം സ്വീകരിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് താക്കോൽ. ഇത് വൈകാരിക ഇൻ്റലിജൻസ് അഥവാ സെൽഫ് അവെയർനെസ് ആൻഡ് എംപതി വർദ്ധിപ്പിക്കുന്നു. തെറാപ്പി, കൗൺസിലിംഗ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ CBT പോലുള്ള മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ വികാരങ്ങൾ മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനും സഹായിക്കുന്നു. സാമൂഹിക മാറ്റം. പുരുഷത്വം എന്ന സങ്കല്പത്തെ പുനർനിർവചിക്കേണ്ടത് ആവശ്യമാണ്. പുരുഷവികാരത്തിൻ്റെ താക്കോൽ എന്ന പ്രയോഗം
ഒരു രൂപകമായി വ്യാഖ്യാനിക്കാം. വൈകാരിക സ്വാതന്ത്ര്യവും സ്വയം അവബോധവും അഥവാ സെൽഫ് അവെയർനെസ് ആണ് ആ താക്കോൽ. പുരുഷന്മാർക്ക് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനുമുള്ള കഴിവ് സാമൂഹിക സമ്മർദ്ദങ്ങൾക്കപ്പുറം അവരുടെ മാനസിക ക്ഷേമത്തിന് അനിവാര്യമാണ്. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.